വൈകിട്ട് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. നടക്കുന്ന വഴിക്കാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്ന പ്രൈവറ്റ് കമ്പനിയായ വാസ ഇലക്ട്രിക്ക കണ്ടത്. നമ്മുടെ നാട്ടിലെ പോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അഥവാ ഡാമൊന്നും ഇവിടെയില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്നും അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സോഴ്സുകളിൽ നിന്നുമാണ്. അതുപോലെ നമ്മൾ തമിഴ്നാട്ടിൽ കറണ്ട് കൊടുക്കുന്നതും വാങ്ങുന്നത് പോലെ ഇവരും മറ്റു കൺട്രികളിൽ നിന്ന് ഇലക്ട്രിസിറ്റി കടം വാങ്ങാറും കൊടുക്കാറൊക്കെ ഉണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് വാസ. ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീ ഒക്കെ വളരെ കുറവാണ്. അതൊക്കെ നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ മിസ്റ്റർ ബീനിലുള്ള കാറ് പോകുന്നത് കണ്ടത്. അതിൽ ഗ്രീൻ ആണ്, ഇതിൽ യെല്ലോ ആണ്. സെയിം കമ്പനിയുടെ കാർ എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും അതൊരു കൗതുകമായിരുന്നു. നമ്മൾ ഈ നിൽക്കുന്നത് പഴയ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ബിൽഡിംഗിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ള വലിയ കമ്പനികളും അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് വാസയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വാസയുടെ പുറകിലെ സൈഡിലാണ്, ഒരു ലേക്ക് സൈഡാണ്. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്റ്റാച്യു കണ്ടത്. ഉദയസൂര്യനെ നോക്കി നിൽക്കുന്ന രീതിക്ക് ചെയ്തിരിക്കുന്ന ഈ പ്രതിമയുടെ പേര് ചൈൽഡ് ഓഫ് ദ സൺ എന്നാണ്. ഞാൻ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്ന് പറയുന്ന സിനിമയിലാണ് ഇങ്ങനെയുള്ളത് കണ്ടിട്ടുള്ളത്. പകുതി കുതിരയും പകുതി മനുഷ്യനുമായിട്ടുള്ള ഒരു രൂപം. പക്ഷെ അതൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണെങ്കിൽ ഇത് വളരെ ഭംഗിയുള്ള ഒരു സ്ത്രീയുടെ രൂപമാണ്. ഇത് ചെയ്ത ശില്പി ഹന്നു ലീവ് പറയുന്നതും അത് തന്നെയാണ്. ഇത് കാണുന്ന കാഴ്ചക്കാർക്ക് വ്യാഖ്യാനിച്ചെടുക്കാം ഇതിന്റെ മീനിങ്ങുകളൊക്കെ. ഈ ഒരു സ്കൾപ്ചർ വന്നതോടുകൂടി വാസ സിറ്റിയുടെ ഭംഗി കൂടി എന്നാണ് ആൾക്കാർ പറയുന്നത്. അല്ലെങ്കിലും ഭംഗിയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് വളരെ വിചിത്രമായ ഒരു പൂവ് കണ്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഇത് കോഴിപ്പൂ എന്നൊക്കെ അറിയപ്പെടും. എന്താണ് യഥാർത്ഥ പേരെന്ന് അറിയാൻ പാടില്ല. നല്ല കുറച്ച് ഷോട്ടൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു, പക്ഷെ ശ്രമം പരാജയപ്പെട്ടു. അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് രാത്രിയായി. ഇത് രാത്രിയാണ്, പകൽ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും. അങ്ങനെ ആകെ മൊത്തത്തിൽ ശുഭം.